നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ സാധാരണയായി വളരെ അധികം കേട്ടുവരുന്ന ഒരു കംപ്ലൈന്റ് ആണ്, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പ്രായമായവരോ ഗർഭിണികളോ ചെറിയ കുഞ്ഞുങ്ങളെ എടുത്ത അമ്മമാരോ കയറി വരുമ്പോൾ സ്ത്രീകളാരും സീറ്റ് ഒഴിഞ്ഞു കൊടുക്കില്ല. എപ്പോഴും പുരുഷന്മാരാണ് എഴുന്നേറ്റ് നിന്ന് സ്വന്തം സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാറ്. അതോ മാത്രല്ല, ചിലപ്പോൾ പുരുഷന്മാരുടെ സീറ്റും കൂടി സ്ത്രീകൾ കയ്യേറും എന്നാണ് പറയുന്നത്. അത് കുറെയൊക്കെ ശരിയാണ്. എന്നാൽ അതിനുള്ള കാരണങ്ങൾ കൂടി നിങ്ങൾ അറിയണം. അതറിയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഇതൊരു വലിയ തെറ്റായി തോന്നുകയില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പുരുഷന്മാരുടേതായ ചില ഭാഗ്യങ്ങളിലും ഗുണങ്ങളിലും അഭിമാനം തോന്നുകയും ചെയ്യും. ആദ്യമായി നമുക്ക് ശാരീരികമായ ചില വ്യത്യാസങ്ങളെ കുറിച്ച് ഒന്ന് നോക്കാം. പുരുഷന്മാർക്കുള്ള അത്രയും ഉയരവും കായിക ബലവും സ്ത്രീകൾക്കില്ല. സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കണം. എല്ലാവർക്കും ചാരാനും ചുറ്റിപ്പിടിച്ച് നിൽക്കാനും സ്റ്റീൽ തൂണുകൾ കിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഒരു സീറ്റിന്റെ പിൻഭാഗത്ത് ഉള്ള ആ സ്റ്റീൽ റോഡും അതും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഉയരം കുറഞ്ഞവർക്ക് മുകളിലെ സ്റ്റീൽ കമ്പിയിൽ പിടിച്ച് തൂങ്ങി നിൽക്കുക എന്നുള്ളത് വലിയൊരു കഷ്ടപ്പാട് തന്നെയാണ്. അത്രയും കഷ്ടത പെണ്ണുങ്ങളെക്കാൾ ഉയരവും ശക്തിയുള്ള ആണുങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ. അത്രയെങ്കിലും നമ്മൾ ഓർക്കണം. പിന്നെ മറ്റൊന്ന്, പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ നല്ല ആരോഗ്യവും ഉയരവുമുള്ള സ്ത്രീകൾക്കും ശാരീരിക അസ്വാസ്ഥ്യമുള്ള പുരുഷന്മാരെ കണ്ടാൽ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാവുന്നതാണ്. പക്ഷെ അടുത്തിരിക്കുന്ന മറ്റൊരു സ്ത്രീക്കും കൂടെ തൻ്റെ അടുത്തൊരു അന്യപുരുഷൻ വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ വന്നിരിക്കുന്നത് അത് സമ്മതമാവണം. ഈ സമ്മതക്കേടിനും ഉത്തരവാദി എപ്പോ സ്ത്രീകളെ സൗകര്യത്തിന് കിട്ടിയാലും അതൊരു ദുരുപയോഗം ചെയ്യുന്ന ചില അധമന്മാരാണ്. എന്തായാലും എല്ലാവരും അത്രക്കാരാവുന്നില്ല. പക്ഷെ കാഴ്ചക്ക് കൂടി മാത്രം ഒരാളുടെ സ്വഭാവം മുൻകൂട്ടി അറിയാൻ സ്ത്രീകൾക്കെന്നല്ല ഒരാൾക്കും പറ്റില്ലല്ലോ. അപ്പോൾ സ്ത്രീകൾക്ക് സ്വതസിദ്ധമായിട്ടുള്ള ഒരു പ്രിക്കോഷൻ എടുക്കുന്ന അവരുടെ ശൈലി വെച്ചിട്ട് അവരൊരു മറ്റൊരു പുരുഷനെ കഴിയുന്നതും അടുത്തിരുത്താതിരിക്കാൻ വേണ്ടി നോക്കും. അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോലെ എല്ലാവർക്കും ഇടകലർന്നിട്ടിരിക്കായിരുന്നു. എന്തായാലും പുതിയ തലമുറയിലെ ആൺകുട്ടികളൊക്കെ ഇക്കാര്യത്തില് വളരെ വ്യത്യസ്തരാണ് എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം, ആരോഗ്യമുള്ള സ്ത്രീകളും എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നു എന്ന് വിചാരിക്കാം. ഈ ആരോഗ്യമുള്ള പെൺകുട്ടികൾ നമ്മൾ ബസ്സിൽ കാണുന്നത് അവര് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇരിക്കാനുള്ള അനുവാദമില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ കോളേജിൽ പോകുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. ഗേൾ സ്റ്റുഡൻസിന് ഇരിക്കാനുള്ള അവകാശം ഇല്ല. സീറ്റ് ഒഴിഞ്ഞു കിടക്കണമെങ്കിലും കൂടെ കുട്ടികൾ പേടിച്ചിട്ട് നിൽക്കും. കാരണം ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റ് ഉണ്ടെങ്കിലല്ലേ ആൾക്കാർ കയറുള്ളൂ. അപ്പോൾ ഓൾറെഡി സീറ്റ് ഒഴിവാന്ന് വെച്ചിട്ട് പോലും കുട്ടികളെ ഇരുത്താനായിട്ട് കണ്ടക്ടേഴ്സ് സമ്മതിക്കാറില്ല. സീറ്റ് ഒഴിവില്ല എന്ന് നോക്കിയിട്ട് ആള് കയറില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇരിക്കുന്നവർ എന്തായാലും ഗേൾസ് സ്റ്റുഡൻസ് ആവാൻ വഴിയില്ല. ബാക്കിയുള്ള ആരോഗ്യമുള്ള യുവതികള് മിക്കവരും ഈ സെയിൽസ് ഗേൾസോ നഴ്സുമാരോ അങ്ങനെ ദീർഘനേരം നിൽക്കേണ്ട ഒരു ജോലി കഴിഞ്ഞ് വരുന്നവരായിരിക്കും. ബാങ്കുകളിലും ഓഫീസുകളിലും ജോലി ചെയ്യുന്നവർക്ക് ഫുൾ ടൈം ഇരിക്കാം. അല്ലെങ്കിൽ ഈവൻ പ്രൈവറ്റ് സ്കൂൾസിൽ പോലും പല ടീച്ചേഴ്സിനും ഫ്രീ പീരീഡിൽ മാത്രമാണ്, അതും വളരെ റെയറായി കിട്ടുന്ന ഒരു ഫ്രീ പീരീഡിൽ മാത്രമാണ് അവർക്ക് ഇരിക്കാനുള്ള ഒരു റൈറ്റ് ഉള്ളത്. അപ്പൊ ഇതുപോലെ ആണുങ്ങളും കഷ്ടപ്പെടുന്നില്ല എന്നല്ല, പലവിധ ഹാർഡ് വർക്കുകൾ ചെയ്തിട്ട് തന്നെയാണ് എല്ലാ പുരുഷന്മാരും വരുന്നത്, ഭൂരിഭാഗം പുരുഷന്മാരും വരുന്നത്. എങ്കിൽ പോലും സ്ത്രീകളോട് പറയുന്ന അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഭീഷണിയുള്ള തരം ജോലികളിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ അതനുസരിക്കുന്ന ആളുകൾ പൊതുവെ കുറവായിരിക്കും. ഇതൊന്നുമല്ലാതെ തന്നെ അറിയപ്പെടാത്ത പല കഷ്ടപ്പാടുകളിലെയും കടന്നു പോകുന്ന പുരുഷന്മാരും ഇക്കൂട്ടത്തിൽ ഉണ്ടാവും. അതൊന്നും വിസ്മരിച്ചിട്ടല്ല പറയുന്നത്, പൊതുവായിട്ടുള്ള ഒരു കാര്യം പറയുന്നതാണ്. കൂടുതലായിട്ടും ഈ കയറുന്ന യുവതികളിൽ പലരും ദീർഘനേരം നിന്നിട്ട് വരുന്നവരാണ്. ഇനി വേറൊരു കൂട്ടർ എന്ന് പറയുന്നത് വീട്ടമ്മമാരായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ സാധാരണ നിങ്ങളുടെ വീട്ടിലൊരു കാര്യം ആലോചിച്ചാൽ മതി. എല്ലാവരും കൂടെ എവിടേക്കെങ്കിലും പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇറങ്ങുന്നതിന്റെ ലാസ്റ്റ് മിനിറ്റ് വരെ എന്തെങ്കിലും പണി ചെയ്തിട്ടായിരിക്കും ആ ഒരു വീട്ടമ്മ ഇറങ്ങുന്നുണ്ടാവുക. കുട്ടികളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വിട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഭക്ഷണം ആക്കി വെക്കുക, അല്ലെങ്കിൽ എല്ലാവരും കൂടി പോകുന്നുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം ആക്കി വെക്കുക. അങ്ങനെ പിന്നെ എന്തെങ്കിലും, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ തുണികളിട്ട് പോകുന്നതിന് മുമ്പ് അതെടുത്തൊന്ന് തോരയിട്ടു, ബാക്കി അടുക്കളയിൽ കിടക്കുന്ന പാത്രങ്ങൾ കഴുകി വെച്ചു, അല്ലെങ്കിൽ വേഗം ഒന്ന് അടിച്ചു തുടച്ചിട്ട് പോയി, അല്ലെങ്കിൽ തിരിച്ചു വന്ന് ക്ഷീണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചെയ്യാനുള്ള ഒരു ക്ഷീണകാരനൊന്നും പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് മാക്സിമം പണികൾ ചെയ്തു വെച്ചിട്ടാണ് മിക്ക വീട്ടമ്മമാരും പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിലൊന്നും ആണുങ്ങൾക്ക് കാര്യമായിട്ട് സഹായിക്കേണ്ടി വരുന്നില്ല.
മിക്ക ആണുങ്ങളുടെയും പണി എന്താ, അവരവരുടെ കാര്യം നോക്കി കുളിച്ചൊരുങ്ങി നിന്നിട്ട് റെഡി ആയിട്ട് പറയും ഇതുവരെ ഇറങ്ങിയില്ല, എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്, എവിടെ പോകുന്നുണ്ടെങ്കിലും സമയത്തിന് അങ്ങോട്ട് ഇറങ്ങില്ല, നിങ്ങളെയൊക്കെ കാത്തിട്ട് ബാക്കിയുള്ളവർ ഇങ്ങനെ ഒരുങ്ങി നിൽക്കണം. ഈ ഡയലോഗാണ് മാക്സിമം ആണുങ്ങളും പറയാറ്. അത് ഇനി ഇത് കേട്ടിട്ട് ആരെങ്കിലും അയ്യോ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ സഹായിക്കുന്നവരാണെന്ന് തോന്നുന്നവരും പറയുന്നവരും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഓർക്കണത് നിങ്ങളെ പറ്റിയിട്ടല്ല പറയുന്നത്, ചെയ്യാത്ത ആൾക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും, നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ഇത്ര ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇതൊന്നും ചെയ്യാത്തവരെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത്രയും ലാസ്റ്റ് മിനിറ്റ് വരെ വർക്ക് ചെയ്തിട്ട് പോയി ബസ് സ്റ്റോപ്പിൽ നിന്ന് അവിടെ കാത്തുനിന്ന് ബസ്സിന് കാത്തുനിന്ന് കയറുമ്പോൾ നാച്ചുറലി ആ സ്ത്രീക്ക് എത്രയും പെട്ടെന്നൊരു സീറ്റ് കിട്ടി ഒന്ന് ഇരുന്നാ മതി എന്ന് വെച്ചിട്ടാവും അവർ കയറുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ഇടയിൽ ആരെങ്കിലും ഒന്ന് വന്നാല് അവരുടെ ആ ശാരീരിക ക്ഷീണം കാരണം തന്നെ അവരൊന്നും മടിക്കുമെന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി സ്ത്രീകളല്ല, ഇനിയിപ്പൊ സാധാരണ ജോലിക്കാരാണ് നിൽക്കുക. നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു ബാങ്കിലും ഓഫീസുകളിലും ജോലി ചെയ്യുന്നവര് ഫുൾ ടൈം ഇരുന്നിട്ടാവും വരിക എന്നുള്ളത്. പക്ഷെ കാലത്ത് പോകുന്നതിന് മുമ്പിലത്തെ സ്ഥിതി ഉണ്ടല്ലോ, ഈ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അവർ 9 മണിക്ക് അല്ലെങ്കിൽ 8:30 വീട്ടിൽ നിന്ന് ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് വരെ ജോലി ചെയ്തിട്ടാവും അവർ പോകുന്നുണ്ടാവുക. ഒരു ജോലിയുള്ള സ്ത്രീ നാച്ചുറലി ഒരു 5 മണിക്കെങ്കിലും എഴുന്നേൽക്കുന്നുണ്ടാവും ഈ പണികൾ തീർക്കാൻ വേണ്ടി. 5 മണിക്ക് എഴുന്നേൽക്കുന്ന സ്ത്രീ 8:30ക്കാണ് പോകുന്നതെങ്കിൽ എഴുന്നേറ്റ് കഴിഞ്ഞ് 3.5 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തിട്ട് തന്നെയാണ് കുളിച്ചൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങണത്. അപ്പൊ പിന്നെ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്തും അവർക്ക് ആ സീറ്റൊന്നും ഒഴിഞ്ഞു കൊടുക്കാനായിട്ട് ഒരിക്കലും തോന്നില്ല. ഇനി വേറെ ചില മാനസികമായ കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്നാമതായി, പൊതുവെ പുരുഷന്മാരെക്കാൾ സ്വാർത്ഥത സ്ത്രീകൾക്കാണ് കൂടുതലുള്ളത്. സ്വന്തം കുടുംബം, ഭർത്താവ്, കുട്ടികൾ തുടങ്ങി ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളിൽ വരെ എല്ലാ വസ്തുക്കളിലും സ്ത്രീകൾക്ക് എന്താ പറയുക തൻ്റെതായിട്ടുള്ള ഒരു തോന്നലും സ്വാർത്ഥ താല്പര്യങ്ങളും ഭൂരിഭാഗം ആണുങ്ങളിലും കാണാറില്ല. സ്ത്രീകൾക്കുണ്ടാവുന്ന ഈ സ്വാർത്ഥത, ഉദാഹരണത്തിന് ഒരു ഹോസ്റ്റലില് ആൺകുട്ടികൾ തൻ്റെ സാധനങ്ങള് കൂട്ടുകാരുമായിട്ടും ഐ മീൻ റൂംമേറ്റ്സ് ആയിട്ടും അടുത്ത റൂമിലെ ആൾക്കാരായിട്ടും ഫുൾ ഫ്ലോറിലെ ആൾക്കാരായിട്ടും ഒക്കെ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അതുപോലെ പെൺകുട്ടികൾ ഒരിക്കലും തൻ്റെ നിത്യോപയോഗ സാധനങ്ങളിൽ മേ ബി വളരെ അടുത്ത കൂട്ടുകാരൊഴികെ ആരോടും ഷെയർ ചെയ്യാറില്ല. അതിന് ഒരു കാരണമുണ്ട്. ഈ പെൺകുട്ടികളോട് അല്ലെങ്കിൽ ഈ കുടുംബിനിക്കും ഈ പെൺകുട്ടികൾക്കും അവർക്ക് ഇടപെടാവുന്ന ഒരു സാമൂഹിക സർക്കിളിന് വീട്ടിലെ കാരണവന്മാരും സമൂഹവും ഒക്കെ ഒരു പരിധി കൽപ്പിച്ചിട്ടുണ്ട്. അതിനോട് ശീലിച്ച് വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ആ സോഷ്യൽ സർക്കിളിന് പുറത്തുള്ളവരെ എല്ലാം സൂക്ഷിക്കേണ്ടതാണ്. അവരോട് പ്രത്യേക സ്നേഹമോ ശത്രുതയോ ഇല്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാൻ പഠിപ്പിക്കപ്പെട്ടവളാണ് അവര്. പുരുഷന്മാർക്കുള്ള അത്രയും വിശാലമായ, ശ്രദ്ധിക്കുക ആഴമേറിയതല്ല, വിശാലമായ സൗഹൃദങ്ങൾ സ്ത്രീകൾക്കുണ്ടാവാറില്ല. കുടുംബത്തിന് പുറത്തുള്ളവരെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പുരുഷന്മാർ സഹായിക്കുന്നത് പോലെ ഒരിക്കലും സ്ത്രീകൾ സഹായിക്കില്ല. അത് ബസ്സിലെന്നല്ല, എവിടെ വെച്ചായാലും എന്തിനു വേണ്ടിയായാലും. ശരീരം കൊണ്ടും പൈസ കൊണ്ടും ആണുങ്ങൾ തങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് പോലെയുള്ള ത്യാഗത്തിന്റെ കഥകളൊന്നും സ്വയം അവകാശപ്പെടാൻ കഴിയുന്ന സ്ത്രീകൾ വളരെ വളരെ കുറവാണ്. ഇനി പുരുഷന്മാരോട്, ഇത്രയും പ്രത്യേകതകളും ഗുണങ്ങളും നിങ്ങൾക്ക് മാനസികമായും ശാരീരികമായും സാമൂഹികമായും ഉള്ളപ്പോൾ സ്ത്രീകൾ കാണിക്കുന്ന ഈ ഒരു പിഴവിൽ അവരോട് അത്രയും ദേഷ്യം തോന്നേണ്ട കാര്യമുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ, സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് എന്ന കാര്യം മാറ്റിവെച്ച് ശാരീരികമായ ക്ഷീണവും ബുദ്ധിമുട്ടും അസ്വസ്ഥങ്ങളും ഉള്ള മനുഷ്യർക്ക് വേണ്ടി ആരോഗ്യമുള്ള മറ്റു മനുഷ്യർ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ സീറ്റ് ഒഴിഞ്ഞ് അവരെ ഇരിക്കാൻ അനുവദിക്കുന്നു എന്ന് ചിന്തിച്ചാൽ പോരെ. താങ്ക് യു.